എൻ.എം. വിജയന്റെ ആത്മഹത്യ ചെയ്ത കേസിൽ അവിടെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന IC ബാലകൃഷ്ണൻ MLA-ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി വരികയായിരുന്നു. ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ഒരു ദിനമായിരുന്നു. ഈ DCC മുൻ ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് സംസ്ഥാനത്ത് ഉയർന്നിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിലായിരുന്നു എന്ന വിവാദങ്ങൾ കൂടി പുറത്തു വരുന്ന. ഏതായാലും അങ്ങനെയല്ല എന്നവർ വാദിക്കുമ്പോഴും അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന ഒരു നിലപാടും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത, വളരെ പ്രത്യേകതയുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം എന്ന നിലപാടായിരുന്നു ആദ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഇത് അല്ലാത്ത പക്ഷം കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങും എന്ന അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്ത് വരേണ്ടതുണ്ട്. അല്പനിമിഷത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. CV അനുമോദ് എന്നോടൊപ്പം ചേർന്നു. CV അനുമോദ്, IC ബാലകൃഷ്ണൻ MLA, അതുപോലെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ്, ഇവരൊക്കെയാണ് കേസിലെ പ്രതികൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെയധികം പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് ജാമ്യത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ? എങ്ങനെ കോൺഗ്രസിന് ഇത് ആശ്വാസമാകും എന്ന് വിലയിരുത്താം? കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന വിധിയാണ് ഇപ്പോൾ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയ 3 പേർക്കും ജാമ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതേ സംബന്ധിച്ചുള്ള ജാമ്യ വ്യവസ്ഥകൾ മറ്റ് വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കുന്ന ഒരു സാഹചര്യം ഒരു ഉണ്ടാകുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികൾ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് ഈ കേസിനെ ബാധിക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്താണെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, എന്തെല്ലാമാണ് ഇതിലെ കൂടുതൽ ഈ വിധി പകർപ്പിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം 3 പേർക്കും IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയ 3 പേർക്കും കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ ന്യൂസ് 18 വെക്കാനുള്ളത്. വയനാട് DCC ട്രഷറർ N.M. വിജയനും മകനും ജീവനൊടുക്കിയ കേസിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന് ആശ്വാസം എന്നതാണ് വാർത്ത. ഒന്നാം പ്രതി IC ബാലകൃഷ്ണൻ MLA-ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കൽപ്പറ്റ ചീഫ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചത്. മുൻകൂർ ജാമ്യ ഹർജി വിധി പ്രസ്താവിക്കുന്നതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ IC ബാലകൃഷ്ണൻ MLA പങ്കെടുത്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ താൻ അങ്ങനെ ഒളിവിൽ പോയിട്ടില്ല എന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ നിലപാട്. ഏതായാലും ഈ കേസിൽ N.M. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വളരെ അധികം ആശ്വാസം പകരുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. N.M. വിജയന്റെ ആത്മഹത്യ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു വിജയമാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചും പോലീസ് സംഘത്തിൻ്റെയും ഒരു നിലപാട്, പ്രത്യേകിച്ച് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതികളുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രതികളുടെ അപേക്ഷ മാനിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആത്മഹത്യ കേസിൽ പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ KK ഗോപിനാഥ് എന്നിവരുടെ
ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പ്രതിഭാഗത്തിന്റെ വാദം കേട്ട് കോടതി അത് അംഗീകരിക്കുകയായിരുന്നു. ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന് ബന്ധമില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായി തന്നെ വാദിച്ചു. IC ബാലകൃഷ്ണന്റെ ശുപാർശ പ്രകാരം മറ്റൊരാൾക്ക് ജോലി ലഭിക്കുകയോ തന്റെ മകന് ജോലി നഷ്ടപ്പെടുകയുമാണ് എന്നായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ശുപാർശ കത്ത് നൽകിയ കാര്യം IC ബാലകൃഷ്ണൻ സമ്മതിച്ചാണ്. എന്നാൽ കത്ത് നൽകിയതുകൊണ്ട് ജോലി നൽകിയിട്ടില്ലെന്ന് ബാങ്കും ജോലി ലഭ്യമിച്ചിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥിയും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത്. IC ബാലകൃഷ്ണന്റെ കത്തനുസരിച്ച് ആർക്കും ജോലി നൽകിയിട്ടില്ല എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. സമാനമായ വാദം തന്നെയാണ് ND അപ്പച്ചനും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉന്നയിച്ചത്. അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു പ്രതികളുടെ വാദം. അനുമോദ്, എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടോ? സ്വാഭാവികമായും ബോണ്ടുണ്ടാകും, സ്വാഭാവികമായും സ്ഥലം വിട്ടു പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന നിബന്ധനകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സാധാരണ നിബന്ധനകൾ തന്നെയല്ലേ കോടതി ഈ ജാമ്യം അനുവദിക്കുമ്പോഴും വെച്ചിട്ടുള്ളത്? നിലവിൽ അസ്വാഭാവികമായിട്ടുള്ള അധികമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സാധാരണ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മഹത്യയും ഇവരുടെ ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു. അത് പ്രഥമ ദൃഷ്ടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വാദമാണ്, അല്ലെങ്കിൽ ആ വാദം നടത്തിയത് കോടതി അംഗീകരിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആണെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഇപ്പോൾ ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ തന്നെ ND അപ്പച്ചനും KK ഗോപിനാഥനെ തുടങ്ങിയവർ ഫോണിലൊന്നും ആരുടെയും ലഭ്യമാകുന്ന അവസ്ഥയിലായിരുന്നില്ല. അവരൊക്കെ ഒളിവിലായിരുന്നു. ഇനി അവരുടെ പ്രതികരണം ഇതിൽ വരേണ്ടതുണ്ട്. IC ബാലകൃഷ്ണന്റെ സാഹചര്യം, അദ്ദേഹം നിയമസഭയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാവില്ല എന്ന ഉറപ്പിന്റെ സാഹചര്യത്തിലാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. ഇതിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അവർക്ക് കുറെ കൂടി ആശ്വാസത്തോടെ ഈ ഒരു കേസിനെ നേരിടാൻ സാധിക്കും. എന്നാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഇല്ലാതെയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, വ്യക്തമാണ് അനുമോദ്. ഏതായാലും അതാണ് ഏറ്റവും പുതിയ വാർത്ത. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. IC ബാലകൃഷ്ണൻ MLA, അതുപോലെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പ്രതികൾ ഹാജരാകണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിർണായക സാക്ഷി സ്വാധീനിക്കപ്പെട്ടതായി സംശയമുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 1000 പേജുള്ള കേസ് ഡയറി കോടതി പരിശോധിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പ്രതികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുമായിരുന്നു. ഇതിനിടെ കേസിൽ ആത്മഹത്യയും അനുബന്ധ കേസുകളും അന്വേഷിക്കുന്നുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 25-നാണ് DCC ട്രഷററായിരുന്ന NM വിജയൻ മകൻ ജിജേഷിനെയും വിഷം കഴിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് 27-ന് ഇരുവരും മരിക്കുകയും ചെയ്തു. NM വിജയന്റെ മരണത്തിൽ പ്രതിചേർത്തിന് പിന്നാലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ 2 വീഡിയോ സന്ദേശങ്ങൾ പറഞ്ഞ് പുറത്തുവിട്ട താൻ ഒളിവിലല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ പോയതാണ് എന്ന് ആണ് IC ബാലകൃഷ്ണൻ ആ ഘട്ടത്തിൽ വിശദീകരിച്ചത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ളൊരു വാർത്ത. പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പലരും പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ട് നമ്മൾ ചർച്ചയും ചെയ്തതാണ്. ഒരു വട്ടം കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യാം.